അല്ല ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ചെറിയ മത്തി കിട്ടിട്ടോ. അപ്പം മത്തി പറ്റിച്ചാലോ എന്ന് കരുതിയപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഒരു ചട്ടി എടുത്തിട്ട് വെച്ച് ചൂടാൻ വെണ്ണ വെച്ചെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴന്ന് കഴിയുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചതച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് 2 തക്കാളിയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. തക്കാളി നല്ലോണം ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാട്ടോ. ഇനി തുറന്ന് നോക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ ചുടുവെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു, അത് ഒഴിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു അരക്കപ്പ് തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ നല്ലോണം തിള വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയ മത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് വേവിക്കുക. നല്ല ടേസ്റ്റാട്ടോ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പം ഇതാ നല്ലോണം ഒന്ന് വെന്തു. അത് കഴിഞ്ഞ് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പം നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. ഓക്കെ.